ഞാനിപ്പോൾ ഒരു എണ്ണ കാച്ചിക്കൊണ്ടിരിക്കുകയാണ്. എന്തെണ്ണയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തേക്കിൻ്റെ ഇല കൊണ്ടൊരു എണ്ണയാണ് കാച്ചുന്നത്. അത് നല്ല ഗുണമുള്ളൊരു സംഭവമാണ്. അതെന്താണെന്ന് ഞാൻ പറയാം. ഈ തേക്കിൻ്റെ ഇലയെന്ന് പറയുന്ന സംഭവം വന്ന് തിളിർന്ന ഇല വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഞെട്ടി ഇല എടുക്കരുത്. തിളിർന്ന ഇല എടുത്തുകൊണ്ട് വന്ന് നമ്മൾ വെള്ളമൊന്നും ഇല്ലാണ്ട് തുടച്ച് വൃത്തിയാക്കി അതിൻ്റെ പൊടികളെല്ലാം മാറ്റി ഇല്ലേ കഴുകിയിട്ട് ഒന്ന് ഉണക്കണം. ഉണക്കിയിട്ട് കുനുകുനാന്ന് അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് നമ്മളിങ്ങനെ ചൂടാക്കി ഈ എണ്ണയ്ക്കകത്ത് ഇത് കിടന്ന് നല്ല ഫ്രൈ ആവണം ഈ ഇല. അപ്പോൾ ഈ കളറൊക്കെ മാറി സെറ്റായി ഇങ്ങനെ നല്ല ബ്രൗൺ കളറിൽ വരും കണ്ടോ. അങ്ങനെ എണ്ണ കാച്ചി കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വച്ചതിന് ശേഷം നമുക്ക് കൈകളിലോ കാലുകളിലോ ശരീരഭാഗത്ത് എവിടെയൊക്കെ നമുക്ക് പാടുകളുണ്ടോ, കറുത്ത പാടുകൾ, ഈ ചൊറിച്ചിലൊക്കെ വന്നിട്ട് പൊള്ളിയ പാടുകൾ, അങ്ങനെയൊക്കെയുള്ള പാടുകൾക്ക് ഈ എണ്ണ നല്ലതാണെന്നാണ് പറയുന്നത്. ഞാൻ ഇതുവരെ തേച്ചിട്ടില്ല. അപ്പോൾ ഒരുപാട് വീഡിയോസുകൾ കണ്ടിട്ട് ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ്. സംഭവം ഇത് തേച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായം എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളോട് ഞാനും ഷെയർ ചെയ്യാം. അപ്പോൾ സംഭവം ഇപ്പോൾ കാച്ചിയപ്പോൾ തന്നെ നല്ലൊരു മണമെന്നൊന്നും നമുക്കിത് കുടിക്കാൻ തോന്നും. അമ്മാതിരി ഒരു മണമാണ് ഈ എണ്ണയ്ക്ക് വരുന്ന സംഭവം. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തേങ്ങയൊക്കെ അരച്ചിട്ട് നമ്മൾ എണ്ണ കാച്ചാൻ എടുത്തിട്ട് അതിൻ്റെ കപ്പി എടുത്തിട്ട് നമ്മളിങ്ങനെ വരട്ടി എടുക്കത്തില്ലേ, അപ്പോൾ ഒരു മണം വരുമല്ലോ, അമ്മാതിരി ഒരു മണമാണ് ഇതിന് വരുന്നത്. അപ്പോൾ ശരിക്കും നല്ല മണമായതുകൊണ്ട് തന്നെ ശരിക്കും ഇത് നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരുപാട് പേര് നല്ല അഭിപ്രായമാണ് പറയുന്നത്. അപ്പം നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. പണ്ടൊക്കെ ഈ തേക്കിൻ്റെ ഇല എൻ്റെ കുഞ്ഞു പ്രായത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഴ്ചയിലൊരിക്കലൊക്കെ മട്ടൻ, ഒരു ഗ്രാമത്തിൽ മട്ടൻ കട്ട് ചെയ്ത് ഇങ്ങനെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുമ്പോൾ വാഴ ഇലയ്ക്ക് പകരം തേക്കിൻ്റെ ഇല എടുത്തിട്ടാണ് പൊതിഞ്ഞു കൊടുക്കുന്നത് പണ്ടൊക്കെ. ഇപ്പം അങ്ങനെ കൊണ്ടുവന്ന് എനിക്കറിയില്ല. പണ്ട് അങ്ങനെയാണ്, തേക്കിൻ്റെ ഇലയാണ് കൂടുതലും. പിന്നെ തേക്കിൻ്റെ ഇല നമ്മൾ വെള്ളം ചൂടാക്കാനും ചോറ് വെക്കാനും വിറകില്ലാത്തവരൊക്കെ കത്തിക്കാനെടുക്കും വിറവിന് പകരം. പക്ഷേ ഇത് അതിന് മാത്രമല്ല, നമുക്ക് നല്ല ഗുണമുള്ള ഒരു ഇലയും കൂടെ ആണെന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഇതിന് എത്ര കണ്ട് ബെനിഫിറ്റ് ഉണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് അതിന് മാത്രമല്ല ഉപയോഗിക്കാൻ പറ്റുന്നത്, നമുക്ക് എണ്ണയും കാച്ചിത്തേക്കാം. അപ്പോൾ ഇത് നിങ്ങളും എത്രയും വേഗം ചെയ്ത് നോക്കൂ. ഈ ചൊറിച്ചിലൊക്കെ, കാലിലൊക്കെ ചൊറിച്ചിലൊക്കെ വരുന്നവർ, മഴ സമയത്ത് കൃമിയൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ചൊറിച്ചിലുണ്ടാവുന്നവർക്കൊക്കെ നല്ല ഒരു എണ്ണയാണ് സംഭവം. ഇതുണ്ടാക്കി നിങ്ങൾ ഡെയിലി ഒരു അരമണിക്കൂർ കാലിലൊന്ന് ചെറുതായിട്ട് 2-3 തുള്ളി വീതം എടുത്തൊന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി. കാലിലെ പാടുകളെല്ലാം പോയി കാല് സുന്ദരമാകുമെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ.